നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. ഇന്ന് 2025 ജൂലൈ 16 കഴിഞ്ഞ വർഷം ഇതേ സമയമാണ് ഷിരൂരിൽ ദുരന്തം സംഭവിച്ചത്. നമുക്ക് അർജുനെ നഷ്ടപ്പെട്ടത്. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ സ്റ്റോറികളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. ഒരു വർഷം കഴിയുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട്, പലരുടെ അനാസ്ഥകളുണ്ട്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല, അവർ മൂടി വെക്കുകയാണ്. എന്തായാലും നമ്മുടെ വാർത്തയിൽ ഇന്ന് അതൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമ്മൾ 2024 ജൂലൈ 16 മുതൽ 72 ദിവസം മാധ്യമങ്ങളിലും ഒപ്പം രാഷ്ട്രീയ ഇടപെടലുകളിലും ഒക്കെ കണ്ട പല സംഭവങ്ങളുമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ജൂലൈ 16 ഷിരൂരിൽ ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ട് നമ്മൾ അറിയുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം അറിയാനിടയായ സാഹചര്യം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഷിരൂരിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായെന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറിനെ മിസ്സായെന്നും ഒക്കെ പോലീസിനോട് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് നടപടി സ്വീകരിക്കുന്നുണ്ടോ? പോലീസ് ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇല്ല. പോലീസ് ആ വിഷയത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതാകുമ്പോഴാണ് ഈ വിഷയം നമ്മുടെ സർക്കാരിനെ അറിയിക്കുന്നത്. പിന്നെ സർക്കാരിന്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ സംഭവിക്കുകയാണ്. ഇടപെടലുകൾ സംഭവിച്ച ശേഷം എന്താണ് നടക്കുന്നത്? എന്നിട്ടും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവോ ആ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് വരാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം വന്നോ? ഇല്ല. 4-ാമത്തെ ദിവസം ഒരു MLA എങ്കിലും വന്നോ? ഇല്ല. അങ്ങനെ അവസാനം വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ 6-ാമത്തെ ദിവസമാണ് കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ വരവ് തന്നെ കാരണമായിരുന്നു. കൊടയൊക്കെ ചൂടി കാലിൽ ചെളി പറ്റാതിരിക്കാൻ വേണ്ടി അതൊക്കെ നോക്കി അങ്ങ് നടന്നു വരികയാണ്. ശേഷം മാധ്യമപ്രവർത്തകർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ സിദ്ധരാമയ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സിദ്ധരാമയ്യ ക്ഷുഭിതനാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നതിനോടൊപ്പം അവരെ രക്ഷിക്കുന്നതല്ല അപ്പോഴും സിദ്ധരാമയ്യ പറയുന്നത് മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്ന് ചെയ്തത്. അതായത് സ്നേഹത്തിന്റെ കടയാണ് കർണാടകയിൽ തുറന്നിട്ടുള്ളത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ആശ്വസിച്ചു. കാരണം BJPയുടെ അക്കൗണ്ട് പൂട്ടി അവിടെ കോൺഗ്രസ് ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സ്നേഹത്തിന്റെ കട തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിലും ഷിരൂര് ദുരന്തം സംഭവിച്ചപ്പോഴാണ് അവിടെ തുറന്നിരിക്കുന്ന കട ആ പഴയ കട തന്നെ പെയിന്റ് അടിച്ച് തന്നെ തുറന്നേക്കുന്നതാണ് എന്ന് മനസ്സിലായത്. മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു സർക്കാരാണ് കർണാടക ഭരിക്കുന്നതെന്ന് നമ്മളൊക്കെ കണ്ടു. വലിയ തോതിൽ നമ്മൾ എല്ലാവരും തന്നെ അവിടെ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കർണാടകയ്ക്ക് മേലെ വലിയ പ്രതിരോധങ്ങൾ തീർത്തു. അവരുടെ പല രീതിയിലുള്ള ചാനലുകളുടെ അടിയിൽ പോയി പലരും കമന്റ് ചെയ്തവരുണ്ട്. എന്റെ വാർത്ത കാണുന്ന പല ആളുകളും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടാകാം. മാത്രമല്ല നമ്മുടെ സർക്കാർ മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള പ്രഷർ അവരുടെ സർക്കാരിന് മേൽ ചെലുത്തിയപ്പോഴാണ് അവസാനം 6-ാമത്തെ ദിവസം അങ്ങോട്ടേക്ക് പോകാനെങ്കിലും ഒന്ന് ശ്രമം നടത്തിയത്. ഇതിനിടയിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതായത് ആദ്യത്തെ ദിവസം ഒരു JCB, 2-ാമത്തെ ദിവസം 2 JCB, 3-ാമത്തെ ദിവസം ഒരു പരിപാടിയില്ല. മാത്രമല്ല തിരച്ചിലിന് എങ്ങനെയാണ് വരുന്നത്? രാവിലെ 9 മണിക്ക് വന്നിട്ട് 5 മണിക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഒരു ഓഫീസ് വർക്കിന് വരുന്നത് പോലെയൊക്കെയാണ് വരുന്നത്. എന്നിട്ട് പറയുകയാണ് കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്ന് തിരച്ചിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല മുടന്ത ന്യായങ്ങളൊക്കെ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ഒരു ഘട്ടത്തിലും, അതായത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസിന്റെ, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. സർക്കാർ കിണഞ്ഞ് പരിശ്രമം നടത്തുമ്പോഴും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയോ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെയോ ഒന്ന് നേരിൽ പോയി കണ്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുക പോലും ചെയ്യുന്നില്ല പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഘവും. ഇവിടെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോഴും കർണാടകയ്ക്കൊപ്പം നിന്ന് ആ ദുരന്തത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒക്കെ നമ്മൾ കണ്ടു. ഇതൊന്നും ഒരു മാധ്യമങ്ങളും പറയില്ല കേട്ടോ. 72-ാമത്തെ ദിവസമാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് അർജുന്റെ മൃതശരീരം ലഭിക്കുന്നത്. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നതെങ്കിൽ നാട്ടിലെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പോയി ആ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുമായിരുന്നു. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരുപാട് എടുത്തു പറയാനാണെങ്കിൽ ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ആ സർക്കാർ അലംഭാവം കാണിക്കുന്ന നിമിഷത്തിൽ സന്നദ്ധ പ്രവർത്തകർ പോലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഒരാളെയെങ്കിലും അടുപ്പിച്ചോ? ഇല്ല. നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയായിരുന്നു. ആ ലോറി ഉടമ മനാഫിനെ
അവിടുത്തെ SP ഏത് രീതിയിലാണ് കയ്യേറ്റം ചെയ്തതെന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പോലീസിന്റെ ഗൂണ്ടായിസം, ഒപ്പം സർക്കാരിന്റെ വലിയ രീതിയിലുള്ള കടത്തം, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അതിനൊക്കെ ചെറുത്ത് തോൽപ്പിച്ചു മലയാളികൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ പണി പാളി എന്ന് കണ്ടപ്പോൾ മാത്രം അവിടുത്തെ MLA, കാർവാർ MLA കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. സതീഷ് കുമാർ സൈൽ മൂപ്പരാണ് ഇന്നത്തെ മാധ്യമങ്ങളിലേക്ക് പ്രധാനപ്പെട്ട വലിയ ഹീറോ. എന്ത് ഹീറോയാണ്? 6 ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വലിയ പ്രഷർ ചെലുത്തിയപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മൂപ്പരെയാണ് കേട്ടോ ഇരുമ്പയിര് കടത്തിയ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അനധികൃതമായിട്ട് ഇരുമ്പയിര് കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇനി അധികമൊന്നും പുള്ളിയുടെ ക്വാളിറ്റിയും പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ അർജുൻ മാത്രമല്ലല്ലോ, 11 പേരെ നഷ്ടപ്പെട്ടില്ലേ ആ ദുരന്തത്തിൽ. അർജുനെ അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളെ കാണാതായിട്ടുണ്ട്. അയാളുടെ കുടുംബം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കാണാതായിട്ടുള്ള മകനെ ഈ പറയുന്ന കർണാടക സർക്കാർ തിരയുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പൊ ശബ്ദം ഉയർത്തുമ്പോൾ മാത്രം അതൊന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു ഉഡായിപ്പ് സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ജീവനും ഒരു വിലയും കൊടുക്കാത്ത ഒരു കർണാടക സർക്കാർ. അതാണ് സത്യത്തിൽ ശിരൂരിൽ ഞാൻ കണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയണമല്ലോ. നോക്കൂ, ഇങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് മാൽപ്പെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈശ്വർ മാൽപ്പെ അദ്ദേഹം അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പോലും ഈ പറയുന്ന കർണാടക സർക്കാർ അനുമതി കൊടുക്കുന്നില്ല. അത് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി ആളുകൾ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെയൊക്കെ ഈ പറയുന്ന കർണാടക സർക്കാർ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ ഇനി മാധ്യമങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങളുടെ പരിപാടി എന്താണ്? ദുരന്തങ്ങളിൽ നിന്ന് മീൻ പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്തിന് ഈ അവസാനം നടന്ന ബിന്ദുവിന്റെ മരണം വരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും ഒക്കെ ഒരു മരണം സംഭവിച്ചാൽ കോലും എടുത്ത് ആ കുടുംബത്തിന്റെ വേദന എങ്ങനെ വിറ്റ് പൈസയാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. അത് ഇവിടെയും സംഭവിച്ചു. അതിൽ മുൻപന്തിയിൽ റിപ്പോർട്ടർ ചാനലായിരുന്നു. ഞങ്ങൾ പരസ്യം പോലും ഇല്ലാതെ തത്സമയമായിട്ട് ഞങ്ങൾ അർജുന്റെ തിരച്ചിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെ മുഴുവൻ പിടിച്ചിരുത്തി. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മളിൽ ഒരുവന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളിതാ ഇങ്ങനെയാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിനെ നല്ല രീതിയിൽ മാധ്യമങ്ങൾ ചൂഷണം ചെയ്തു. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത് റിപ്പോർട്ടർ ചാനലാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം റിപ്പോർട്ടറിലെ പരസ്യം പോലും ഇല്ലാതെ എന്തൊക്കെ പച്ച കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അർജുന്റെ വണ്ടിയുടെ ഒരു ഭാഗം കണ്ടെത്തി, അർജുൻ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അർജുൻ പോയ വണ്ടി സഞ്ചരിച്ച വഴി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പിടിച്ചിരുത്തുകയായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതൊക്കെ വെറും തള്ളുകളായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവരങ്ങനെയൊക്കെ പറഞ്ഞു വാർത്തയായിട്ട് ഉയർത്തി എന്നതാണ് സത്യം. ആ പേരും പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള കോമാളിത്തരങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയത്. മാധ്യമങ്ങൾ തമ്മിൽ തല്ലുകയായിരുന്നില്ലേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? ഇല്ലാത്ത വാർത്തയും ഉള്ള വാർത്തയും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ശിരൂര് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ റിപ്പോർട്ടിംഗ് ഒക്കെ ആരും മറന്നിട്ടില്ല. ഇതൊന്നും ഒരു മാധ്യമവും പറയില്ല. പക്ഷെ ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും, അത് മറ്റൊരു കാര്യം. അതായത് ഈ വിഷയത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ എന്നിട്ട് എന്താണ് പറയുന്നത്? ഞങ്ങൾ ശിരൂര് വിഷയത്തിൽ അർജുനൊപ്പം നിന്നു. ഒരർജുനൊപ്പം നിന്നിട്ടില്ല. അർജുനെ നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. നല്ല രീതിയിൽ അർജുന്റെ ദുരന്തത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തി. അതാണ് സത്യം. ഇനി സർക്കാരിന്റെ ഇടപെടൽ, അങ്ങോട്ടേക്ക് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. PM മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഒരു സംഘം എത്ര ദിവസമാണ് അവിടെ പോയി ഈ പറയുന്ന അർജുന്റെ തിരച്ചിലിന് വേണ്ടി നേതൃത്വം വഹിച്ചത്? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. നമ്മുടെ മാധ്യമങ്ങൾ അന്ന് ആരൊക്കെ സഹായിച്ചു, ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും മിണ്ടില്ല. പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട്, ഇടതുപക്ഷം ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ രാഷ്ട്രീയ ഭാഗമൊന്നും മിണ്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു വല്ലാത്ത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനവും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടും ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതായത് കർണാടക സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നും കർണാടക സർക്കാർ വലിയ രീതിയിൽ തന്നെ വീഴ്ച വരുത്തിയെന്നും പറയാൻ എന്താണ് ഇത്ര മടി നമ്മുടെ മാധ്യമങ്ങൾക്ക്? മാത്രവുമല്ലല്ലോ, കാലാവസ്ഥ ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം വയനാട് ഒരു മഹാദുരന്തം സംഭവിക്കുന്നുണ്ട്. പാതിരാത്രി പോലും, വെട്ടവും വെളിച്ചമില്ലാതിരുന്ന സമയത്ത് പോലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മലയാളികളാണ്. അതാണ് മലയാളി എന്ന് പറയുന്നത്. നമുക്ക് ജീവൻ പോയാലും കുഴപ്പമില്ല, ഒരുത്തൻ ജീവന് വേണ്ടി പിടയുന്നുണ്ടെങ്കിൽ അവനെ രക്ഷിച്ചിട്ടാണ് നമ്മുടെ ജീവൻ വെടിയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ് മലയാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ മുതലെടുക്കാൻ പല മാധ്യമങ്ങളും ഉണ്ടാകും. എന്തായാലും മുതലെടുപ്പുകൾ ഒരുപാട് കണ്ടു, ഒരുപാട് പേരുടെ കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കണ്ടു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കണ്ട ഒരു
കാഴ്ചയാണ് നമ്മൾ ഈ ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ പലരും പറയാൻ മടിക്കുന്നതൊക്കെ പറയാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.